നമസ്കാരം ബ്യൂട്ടിഫുൾ സോൾസ്. ഇന്നത്തെ റീഡിംഗ് വളരെ സ്പെഷ്യലാണ്. കാരണം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫാണ്. ചില ആളുകളെ കാണുമ്പോൾ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു കണക്ഷൻ ഫീൽ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ് റിപ്പീറ്റഡ് ആയി ലൈഫിൽ വരാറുണ്ട്. അതിന് പിന്നിൽ ഒരു പാസ്റ്റ് ലൈഫ് കർമ്മ അല്ലെങ്കിൽ ഒരു സോൾ കണക്ഷൻ ഉണ്ടാകാം. ഈ റീഡിംഗ് അതുപോലെ തന്നെ ഒരു കളക്റ്റീവ് റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ മെസ്സേജസും എല്ലാവർക്കും റെസണേറ്റ് ആവണമെന്നില്ല. നിങ്ങളുടെ ഇൻറ്റ്യൂഷനൊപ്പം കണക്റ്റ് ചെയ്തു കേൾക്കുക. ഇപ്പോൾ കാർഡ്സിൻ്റെ എനർജിയിലേക്ക് നമുക്ക് പോകാം. താങ്ക് യു ഏഞ്ചൽസ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇതാണ് വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് കാർഡ്സിലേക്ക് കടക്കാം. ഈ ഒരു സ്പ്രെഡ് വളരെ പവർഫുള്ളായ ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഇവിടെ പാസ്റ്റ് ലൈഫ് കർമ്മ, സോൾമേറ്റ് കണക്ഷൻ, ഒരു ബിട്രയൽ, വൂൺസ്, സ്പിരിച്വൽ അവേക്കനിങ് എല്ലാം സ്ട്രോങ്ലി വരുന്നുണ്ട്. അതുപോലെ തന്നെ മുജ്ജന്മത്തിൽ ഇപ്പോൾ നിങ്ങൾ വളരെ ഇമോഷണലി പെയിൻ ക്യാരി ചെയ്ത ഒരു സോളാണ് എന്നാണ് കാണിക്കുന്നത്. ആരോ ഒരാൾ നിങ്ങളെ ഡീപ്ലി ഹേർട്ട് ചെയ്തിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് ഈ ഒരു ജന്മത്തിലും ട്രസ്റ്റ് ഇഷ്യൂസ് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഫിയർ ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നുണ്ട്, ഫർഗീവ്നെസ് ആണ് നിങ്ങളുടെ ബിഗ്ഗസ്റ്റ് ഹീലിംഗ് ആയിട്ട് ഇവിടെ കാണിക്കുന്നത്. പാസ്റ്റ് എനർജി റിലീസ് ചെയ്താൽ മാത്രമേ സോള് പീസ്ഫുൾ ആകുള്ളൂ എന്ന് കാണിക്കുന്നുണ്ട്. ഫർഗീവ്നെസ് മെഡിറ്റേഷൻ ചെയ്യുക. അതുപോലെ തന്നെ ചിലർക്ക് ഇവിടെ ഒരു കാർമിക് ഇൻജസ്റ്റിസ് എനർജിയും വളരെ സ്ട്രോങ് ആണ്. നിങ്ങളെ ഹർട്ട് ചെയ്ത ആളുകൾക്ക് യൂണിവേഴ്സ് ലെസൺ കൊടുക്കുന്ന സമയം വന്നിരിക്കുന്നു എന്നുള്ളൊരു മെസ്സേജാണ്. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഒരു സ്ലോലി ബാലൻസ് വരികയാണ്. പാസ്റ്റിൽ അൺഫെയർ ആയിട്ടുള്ള സിറ്റുവേഷൻസ് എല്ലാം ഡിവൈൻ ടൈമിങ്ങിൽ ക്ലിയർ ആകും. ആ ഒരു വിശ്വാസത്തോടു കൂടിയിരിക്കുക. സെൽഫ് ലവിലോട്ട് വരിക കേട്ടോ. അതുപോലെ തന്നെ പാസ്റ്റ് ലൈഫ് സ്ട്രഗിൾസ് കാരണം തന്നെ ഈ ജന്മത്തിൽ നിങ്ങൾ സ്ട്രോങ് സോളായി വന്നിരിക്കുകയാണ്. കരിയർ, ഒരു ആൾക്കാർ തിരിച്ചറിയൽ, ഒരു റെക്കഗ്നേഷൻ, പബ്ലിക്ലി സക്സസ് എന്നിവ ഫ്യൂച്ചറിൽ സ്ട്രോങ്ലി ആയിട്ട് കാണുന്നുണ്ട്. ആളുകൾ നിങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ യൂണിവേഴ്സ് നിങ്ങളെ ഉയർത്താനായി പോവുകയാണ്. കൂടുതൽ നിങ്ങൾക്ക് റെക്കഗ്നേഷൻ ഒക്കെ വരികയാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഈ ഒരു സമയം വന്നിട്ടുള്ളത്. നിങ്ങൾ എന്താണോ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ലൈഫിൽ അനുഭവിച്ചിട്ടുള്ളത് അതൊക്കെ മാറി വരികയാണ് എന്നുള്ളൊരു മെസ്സേജാണ്. അതുപോലെ തന്നെ ചിലർക്ക് ഒരു സ്പിരിച്വൽ കണക്ഷൻ വളരെ പഴയതാണ്. കഴിഞ്ഞ ജന്മത്തിലെ നിങ്ങൾക്ക് ആ ഒരു സ്പിരിച്വൽ കണക്ഷൻ ഉണ്ടായിരുന്നിട്ടുണ്ടാകാം എന്ന് കാണിക്കുന്നുണ്ട്. മുജ്ജന്മത്തിൽ ഒരു പക്ഷേ ഒരു ഹീലറോ ഒരു പ്രീസ്റ്റോ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ഗൈഡോ ഇങ്ങനെയുള്ള എന്തെങ്കിലും റോള് ചെയ്തിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ കുറച്ച് സ്പിരിച്വൽ നോളജും നിങ്ങളിൽ കാണാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആയിരിക്കാം. ഡ്രീംസ് അല്ലെങ്കിൽ എന്തെങ്കിലും സയൻസ്, ഏഞ്ചൽ നമ്പേഴ്സ് എന്നിവ വഴി യൂണിവേഴ്സ് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാകാം. ഏഞ്ചൽസ് സയൻസ് തരുന്നുണ്ടാകാം. ചിലർക്ക് ഒരു ഹീലിംഗ് ഫേസ് നടക്കുകയാണ്. ഇമോഷണലി, മെൻ്റലി, സ്പിരിച്വലി നിങ്ങൾ റിക്കവർ ചെയ്യുകയാണ് എന്നുള്ളൊരു മെസ്സേജാണ്. ബോഡിക്കും മൈൻഡിനും റെസ്റ്റ് നന്നായി ആവശ്യമുണ്ട്. സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യണം. സ്വന്തം അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ശ്രമിക്കണം എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചിലർക്ക് ഒരു ലോൺലിനെസ് എനർജി കാണിക്കുന്നുണ്ട്. പുറത്തെല്ലാം ഓക്കെ പോലെ തോന്നിയാലും ഉള്ളിലൊരു എംപ്റ്റിനെസ് ഫീൽ ചെയ്യുന്നുണ്ട് ചിലർക്ക്. കാരണം നിങ്ങളുടെ സോൾ പലപ്പോഴും ഒരു ഡീപ്പ് കണക്ഷൻ അന്വേഷിക്കുകയാണ്. ഒരു സോൾമേറ്റ് അല്ലെങ്കിൽ ഒരു അൺഫിനിഷ്ഡ് ബോണ്ട് ഫീൽ ചെയ്യുകയാണ് നിങ്ങൾക്ക് എന്നുള്ളൊരു മെസ്സേജാണ്. കഴിഞ്ഞ ജന്മത്തിൽ എന്തെങ്കിലും അൺഫിനിഷ്ഡ് ആയിട്ടുള്ളൊരു ബോണ്ട് അല്ലെങ്കിൽ അൺഫിനിഷ്ഡ് ആയിട്ടുള്ളൊരു ലവ് അഫെയറോ എന്തെങ്കിലും കണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ടിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു ലോൺലിനെസ് എനർജി കൂടുതലായി ഫീൽ ചെയ്യുന്നത്. ഇടയ്ക്ക് എന്തോ ഒരു കുറവ് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. അതുപോലെ കുറച്ച് പേർക്ക്
ഒരു സ്പിരിറ്റ് വേൾഡ് കണക്ഷൻ വളരെ സ്ട്രോങ് ആണ്. നിങ്ങൾക്ക് വരുന്ന റാൻഡമായിട്ട് വരുന്നതല്ല. അത് ആൻസിസ്റ്റർ ഗൈഡൻസോ അല്ലെങ്കിൽ ഒരു ഏഞ്ചൽ പ്രൊട്ടക്ഷൻ, സ്പിരിച്വൽ ഡൗൺലോഡ്സ് എന്നിവ നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കുന്നുണ്ടാകാം. നൈറ്റ് ഡ്രീംസ്, നൈറ്റ് ടൈമിൽ കാണുന്ന ഡ്രീംസിൽ മെസ്സേജസ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യത കാണുന്നു. കാരണം നിങ്ങൾക്ക് കഴിഞ്ഞ ജന്മത്തിൽ ആ ഒരു രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാകാം. ഒരു സ്പിരിച്വൽ ഗുരുവോ അങ്ങനെ ആയിരുന്നിരിക്കാം. സ്പിരിച്വലി നിങ്ങൾ കുറച്ച് ഹൈ ആയിരുന്നിരിക്കാം. അതുപോലെ ചിലർക്ക് പാസ്റ്റ് ലൈഫ് മെമ്മറീസ് ഇപ്പോഴും സബ് കോൺഷ്യസ് മൈൻഡിൽ ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ചില പ്ലേസസിൽ അല്ലെങ്കിൽ ചില ആളുകൾ ഫെമിലിയർ ആയിട്ട് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടാണ്. ചില ആൾക്കാരെ കാണുന്ന സമയം ഞാൻ എവിടെയോ വച്ച് കണ്ടിട്ടുള്ളതായിട്ടൊരു ഫീലിങ്സ് വരുന്നുണ്ടാകാം. സോൾ ഒരു പീസ്ഫുൾ ലൈഫ് ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ വളരെ ബഹളമുള്ള ഈ ഒരു ലോകത്തിൽ നിന്നും ഒന്ന് മാറി ഒന്ന് കാമായി ഇരിക്കണം, അല്ലെങ്കിൽ ഒരു പീസ് ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ മനസ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സോൾ എന്നുള്ളൊരു മെസ്സേജാണ്. അതുപോലെ കുറച്ച് പേർക്ക് ഒരു ഓവർ തിങ്കിങ്, സ്ട്രെസ്, ഇമോഷണൽ ബർഡൻ ബോഡിയെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയം. ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇഗ്നോർ ചെയ്യരുത്. നന്നായി റെസ്റ്റ് എടുക്കുക. ഇപ്പോൾ ഓവർ തിങ്കിങ്ങും സ്ട്രെസ്സും ഉള്ളവർക്ക് പ്രത്യേകമായിട്ട് പറയുകയാണ്, വെള്ളം നന്നായി കുടിക്കുക, ചെറിയ ഹീലിംഗ് പ്രാക്ടീസസ് ചെയ്യുക, യോഗ, മെഡിറ്റേഷൻസ് എന്തെങ്കിലും ട്രൈ ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാണിക്കുന്നുണ്ട് ഫിസിക്കൽ ഇഷ്യൂസ് അല്ലെങ്കിൽ ഇൽനെസ്, എന്തെങ്കിലും ആക്സിഡൻറ്റ്സ് അങ്ങനെയൊക്കെ വന്നിട്ടുള്ളവർ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. കുറച്ച് പേർക്ക് ഈ ഒരു സമയം ഒരു പക്ഷേ ഒരു ഓൾഡ് സോൾ എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. ഈ ഒരു ജന്മത്തിൽ സ്പിരിച്വൽ അവേക്കനിങ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന ഒരു ഓൾഡ് സോൾ ആയിരിക്കാം. നോളജ്, വിസ്ഡം, ഒരു ടീച്ചിങ് എനർജി നിങ്ങളിൽ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു ഗുരു ആകാനായിട്ടുള്ളൊരു യോഗ്യതയാണ് കാണിക്കുന്നത്. നെക്സ്റ്റ്, കുറച്ച് ആൾക്കാർക്ക് ഇവിടെ ഒരു ബിഗ്ഗസ്റ്റ് കാർമിക് കണക്ഷൻ, ഒരു ബിഗ്ഗസ്റ്റ് കാർമിക് ലെസൺ ആണ് കാണിക്കുന്നത്. പാസ്റ്റ് ലൈഫിലും ഈ ജന്മത്തിലും ഒരു ബിട്രയൽ അല്ലെങ്കിൽ ഒരു ചതി റിപ്പീറ്റഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ആരോ ഒരാൾ ട്രൂ ഇൻറ്റൻഷൻസ് മറച്ചു വെക്കുന്നു. അവിടെ ആരോ ചതിക്കുകയാണ്, കൂടെ നിന്നിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് എന്നുള്ളൊരു മെസ്സേജാണ്. അതുപോലെ തന്നെ അങ്ങനെ ഏതെങ്കിലും ഫ്രണ്ടോ വീട്ടിലുള്ള എന്തെങ്കിലും റിലേറ്റീവ്സോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണറോ ഉണ്ടെങ്കിൽ ആളിൽ നിന്നും ശ്രദ്ധിക്കുക. ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് കാണിക്കുന്നുണ്ട് ബിട്രയൽ എനർജി ഫീൽ ചെയ്യുന്നവർക്ക്. ഒരു ബിഗ്ഗസ്റ്റ് കാർമിക് ലെസൺ ആണ് കാണിക്കുന്നത്. ലൈഫിൽ എന്തെങ്കിലും ബിട്രയൽ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ടാകുക. അത് തന്നെയാണ് ഈ ഒരു ലൈഫിലും വന്നിട്ടുള്ളത്. അതിനെ ബ്രേക്ക് ചെയ്യാനായിട്ടാണ് അതൊന്ന് ശ്രദ്ധിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ കുറച്ച് പേർക്ക് നിങ്ങളുടെ ഒരു സോൾ ട്രൂ ലവിന് വേണ്ടി ഒരു വെയിറ്റിംഗ് എനർജിയിലാണ്. ഒരു ശരിയായിട്ടുള്ള അല്ലെങ്കിൽ ആത്മാർത്ഥ പ്രണയത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു എനർജിയാണ്. സർഫസ് ലെവൽ കണക്ഷൻ ആയിട്ടല്ല, ഒരു ഡീപ്പ് ഇമോഷണൽ സോൾമേറ്റ് ബോണ്ടാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നിങ്ങളുടെ എനർജിക്ക് നിങ്ങളെപ്പോലെ ഒരു ഡീപ്പ് ഇമോഷണൽ ആയിട്ടുള്ള ഒരു സോൾമേറ്റ് ബോണ്ട് ആണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് വന്നിട്ടുള്ള മെസ്സേജ്, ലവ് ഇവിടെ ഒരു ഡിലേ ആണ്. ശരിയായിട്ടുള്ളൊരു വ്യക്തി ശരിയായിട്ടുള്ളൊരു സമയത്തിൽ വരും എന്നുള്ളൊരു മെസ്സേജാണ്. മെസ്സേജസ് നോക്കുകയാണെങ്കിൽ പെയിൻഫുൾ എനർജി, നിങ്ങളെ ഉള്ള ഈ ഒരു പെയിൻ നിങ്ങളെ വീക്കാക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, ഒരു പവർഫുൾ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരീക്ഷണങ്ങളൊക്കെ ഏഞ്ചൽസ് തരുന്നത് അല്ലെങ്കിൽ ഡിവൈൻ തരുന്നത്. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരു ഉയർന്ന ശ്രേണിയിൽ ഒരു ലീഡർ എനർജിയിലേക്ക് അല്ലെങ്കിൽ ഒരു ടീച്ചർ, ഒരു സ്പിരിച്വൽ ഗുരു എനർജിയിലേക്ക് വരാനുള്ള സാധ്യതകളാണ് കാണിക്കുന്നത്. അതായത് കൂടുതൽ ആൾക്കാർക്ക് അഡ്വൈസ് കൊടുക്കാനായിട്ടും ഹീലിങ്സ് കൊടുക്കാനായിട്ടും ഉള്ള ഒരു വ്യക്തിയായി വരാനായിട്ടുള്ളൊരു സാധ്യത കാണിക്കുന്നുണ്ട് നിങ്ങളിൽ പലർക്കും. ഇത് നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാരെ ഗൈഡ് ചെയ്യാനും ഹീൽ ചെയ്യാനും ഉള്ളൊരു പവർ ഉണ്ടാകും എന്നുള്ളൊരു മെസ്സേജാണ്. ഇപ്പോൾ നിങ്ങൾ ആ ഒരു അവസ്ഥയിലായിരിക്കില്ല, നിങ്ങൾക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്തത്രയും ഉയർച്ചയിൽ നിങ്ങൾ എത്തും. ഈ ഒരു സമയം നിങ്ങൾ ഒരുപക്ഷെ ആ ഒരു വെയിലായിരിക്കില്ല എങ്കിൽ കൂടി ടൈം മുന്നോട്ട് പോകുന്ന ഒരു സമയം ആ ഒരു വെയിൽ എത്തി വരും. ഈ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ യെസ് കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു ഏഞ്ചൽസ്, താങ്ക് യു ഡിവൈൻ, താങ്ക് യു സോ മച്ച്.